പത്തനംതിട്ട കോന്നി വാഹനാപകടത്തിൽ മരിച്ചവർക്ക് കണ്ണീരോടെ വിട നൽകാൻ നാട്. മരിച്ച മത്തായി ഈപ്പൻ, മകൾ നിഖില ഈപ്പൻ, ഭാര്യ അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ സംസ്കാരം ഉച്ചയ്ക്ക് 1 മണിയോടെ നടക്കും. പൂങ്കാവ് സെന്റ് മേരീസ് പള്ളിയിൽ പൊതുദർശനം നടക്കുകയാണിപ്പോൾ. 12 മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു. അൽ അമീൻ, സംസ്കാര ശുശ്രൂഷകളിലേക്ക് കടക്കുകയാണോ? പൊതുദർശനം അവസാനിച്ചിരിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 8 മണിയോട് കൂടിയാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. ആ നേരം മുതൽ അല്പം മുമ്പ് വരെയും അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു സുജിയ. ഇവിടേക്ക് ഈ 4 പേരെയും അവസാനമായി ഒന്ന് കാണാൻ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരാൻ, ഈ 4 പേർക്കും അന്ത്യയാത്രാമൊഴി നൽകാൻ നാടിൻ്റെ ഒന്നാം ഭാഗത്തു നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് ആദ്യഘട്ടം മുതൽ തന്നെ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നടപടികളെല്ലാം പൊതുദർശനമൊക്കെ പൂർത്തീകരിച്ച് സമയം തീരുമാനിച്ചതനുസരിച്ചുള്ള സംസ്കാര നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നൂറുകണക്കിന് ആളുകൾ വരുമ്പോഴും അവർക്ക് ആർക്കും കുടുംബാംഗങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അവർക്ക് ഒരു ആശ്വാസമാക്കി ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. 2 കുടുംബങ്ങളുടെയും വേണ്ടപ്പെട്ടവർ പലരും കരഞ്ഞു നടന്ന കണ്ണുകളുമായി മരവിച്ച മനസ്സുമായി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ വാർത്ത അറിഞ്ഞാൽ മുതൽ അവരിരിക്കുകയാണ്. അവർക്ക് മുന്നിലാണ് ചേതനയേറ്റവരും ഉറ്റവരും ഉടയവരും ഇന്ന് വന്നത്. കഴിഞ്ഞ 30-ാം തീയതി ഈ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം. അതിന് സന്തോഷത്തോടുകൂടി പങ്കെടുത്ത ആളുകൾ കൂടിയാണ് ഇന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മനസ്സ് മരവിച്ച് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു അപകടം. ആ അപകടത്തിന് പിന്നാലെ ഒരു കുടുംബത്തിലെ 4 പേർ പ്രണയിച്ച് കൊടുത്തീരാതെ ജീവിച്ച് മതിയാവാതെ ഈ പാദയാത്ര വഴിയിൽ ജീവിതത്തിൻ്റെ പാതിവഴിയിൽ യാത്ര അവസാനിപ്പിച്ച് മടങ്ങാൻ വെക്കുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ചത് താങ്ങാനാവുന്നതല്ല, നാട്ടുകാരെ സംബന്ധിച്ചത് സഹിക്കാവുന്നതല്ല, പള്ളി ഇടവകയെ സംബന്ധിച്ചും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒന്നല്ല. അത്രമേൽ ദുഃഖകരമായ ഒരു സാഹചര്യം. പൂങ്കാവ് സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. 1 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ. 4 പേരുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. അൽ അമീനാണ് വിവരങ്ങൾ നൽകിയത്.